നമസ്തേ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, വിളക്ക് തെളിയിച്ചു, നാമജപമൊക്കെ കഴിഞ്ഞു. പിന്നെ മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു, ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും. അപ്പോൾ നമ്മളെ ചൂട് ഇഡ്ഡലി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മാവ് അധികം പുളിച്ച് പൊങ്ങിയില്ല കേട്ടോ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഏതായാലും ഇഡ്ഡലിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, സോഫ്റ്റ് ഇഡ്ഡലി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളച്ചമ്മന്തി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ ഇഡ്ഡലിയുടെ കൂടെ വെള്ളച്ചമ്മന്തി. ആർക്കൊക്കെ ഇഡ്ഡലിയുടെ വെള്ളച്ചമ്മന്തി ഇഷ്ടം? ചിലർക്ക് നല്ല ഇതേ കണക്ക് തന്നെ ചുമന്ന ചമ്മന്തിയോ ചിലർക്ക് ഇഷ്ടം അല്ലേ, ചിലർക്ക് ചട്നി പൊടിയാണ് ഇഷ്ടം അല്ലേ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കോമ്പിനേഷൻ അറിയോ? ഈ മുളകും തക്കാളിയും ഉള്ളിയും പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ്, ഉള്ളി മീൻസ് സവോള ഒക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഞെരടി വേണമെങ്കിൽ ലേശം പഞ്ചസാരയൊക്കെ ഇട്ടൊക്കെ ഞെരടിയിട്ട് ഇഡലിയുടെ കഴിക്കണം. അത് വേറൊരു കോമ്പിനേഷൻ. അത് ഇന്ന് ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കി കേട്ടോ കൂടെ. കാരണം സാമ്പാർ ഉണ്ടാക്കിയ ഗുണം രണ്ടാണ്. ഉച്ചയ്ക്കും കൂടെ എടുക്കാം സാമ്പാർ, അതാണ് വേറൊരു കാര്യം. അതെല്ലാം കഴിഞ്ഞിട്ട് നീ കണ്ടോ നല്ല ചൂട് സാമ്പാർ. ഏതായാലും ഞാൻ വേറൊരു രീതിയിലാട്ടോ സാമ്പാർ ഉണ്ടാക്കിയത്. സാധാ ഉണ്ടാക്കുന്നതാണ് കല്ലാട്ടോ. ഞാൻ സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തെ ഓരോ മൂടനുസരിച്ച് ഉണ്ടാക്കി. ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയാലോ, ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും. അത് നമ്മൾ പലരും അങ്ങനെയാണല്ലേ. അപ്പോൾ ഇനി ഉച്ചക്കലത്തേക്ക് ഞാൻ കരുതി കുറച്ച് ചമ്മന്തിപ്പൊടിയില്ലേ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് കേട്ടോ ഉച്ചക്കലത്തേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടം കേട്ടോ ഈ ചമ്മന്തിപ്പൊടി. അങ്ങനെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കണോ. പിന്നെ ഉള്ളത് വെണ്ടയ്ക്ക കേട്ടോ. കുറച്ച് വെണ്ടയ്ക്കയും കിഴങ്ങും കൂടി ഇട്ട് മെഴുക്ക് പുരട്ടാമെന്ന് കരുതി കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടൊക്കെ പോകുമ്പോൾ ഇത്രയൊക്കെ കുറച്ച് കറി തന്നെ ധാരാളം അല്ലേ. നമ്മൾ ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വിശന്നിരിക്കുന്നു. പിന്നെ വീട്ടിൽ ആഹാരം കൂടിയാകുമ്പോൾ അതിൻ്റെ മണവും ടേസ്റ്റും നമ്മൾ കറിയുടെ എണ്ണം പോലും നോക്കാറില്ല. ഒന്നോ രണ്ടോ കറിയൊക്കെ തന്നെ ഇറ്റ്സ് എനഫ്. ആ ചോറിൻ്റെ കൂടെ ആ കറിയൊക്കെ ഒന്ന് കുഴഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി അപ്പം പിന്നെ നമ്മൾ കറിയുടെ എണ്ണം ഒന്നും നോക്കാറില്ലല്ലോ. പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾക്കും വീട്ടിൽ ഇങ്ങനെ കറിയൊക്കെ വെച്ചിടുമ്പം ഒന്നിൽ ഫ്രണ്ട്സിന് കൊടുക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയി കളയും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി കളയാൻ പറ്റില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി കഴുകി കളയാൻ സമ്മതിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അടച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ അമ്മ പറയും വീട്ടിൽ കൊണ്ടുവരും, അയ്യോ എൻ്റെ മോക്ക് എന്ത് സ്നേഹം, അതേ അവളത് ചോറെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുക അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് കേട്ടോ. ഒന്നും കഴിക്കാത്തത് കൊടുക്കണം. ഞാനത് ഒന്നിൽ ഫ്രണ്ട്സിന് കൊടുക്കും, അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അത് ഞാൻ മാത്രം, ഞങ്ങളിൽ പലരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ഉലുവയാണ്. എൻ്റെ ഉലുവാപ്പൊടി എല്ലാം കഴിഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ രാവിലെ നോക്കുമ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പം ഞാൻ കരുതി എന്നാൽ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ടങ്ങ് പോകാമെന്ന്. അപ്പം പിന്നെ കുറച്ച് മോര് കേട്ടോ, കാച്ചിയ മോരും കൂടെ ഉണ്ട് കേട്ടോ. ഈ ചമ്മന്തിപ്പൊടിയും ഈ കിഴങ്ങും ഈ വെണ്ടയ്ക്കയും കൂടിയിട്ടുള്ള മെഴുക്കുവരട്ടി തന്നെ ധാരാളം കേട്ടോ. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ബാക്കിയൊക്കെ ഒരു അധികം തന്നെയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ കഴിക്കാൻ. ഇത് തന്നെ ധാരാളം. എനിക്കിത് തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ ചമ്മന്തിപ്പൊടി, അതും റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി കേട്ടോ. സാലഡ് ഞാൻ കുറച്ച് ക്യാബേജും ഇത് കുറച്ച് എൻ്റെ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അധികമായിട്ടൊന്ന് വെക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പറയാം വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ചമ്മന്തിപ്പൊടിയും ഈ മെഴുക്ക് പുരട്ടിയും മാത്രം മതി കേട്ടോ കഴിക്കാൻ. അനിതാണ്ട് അടുത്ത മോര് വരുന്നുണ്ട് കേട്ടോ. മോര് തന്നെയാണോ എന്ന് ഞാൻ നോക്കട്ടെ. അതെ, മോര് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കറിയും റെഡിയായിട്ട് അതും പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ക്യാബേജും കുറച്ച് പൊമഗ്രാനൈറ്റ് ഒക്കെ കൂടി ഇട്ടിട്ട് ഉള്ള ഒരു സാലഡ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ അതൊക്കെയാണ് കേട്ടോ. ഏതായാലും ഇന്ന് ഉച്ചയൂണൊക്കെ നല്ല ഗംഗേമമായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ കറി മതിയെന്നേ. സദ്യയൊക്കെ ഉള്ളത് വളരെ സന്തോഷം. നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്രയും തന്നെ ധാരാളമല്ലേ. ഏതായാലും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ സ്കൂളിൽ കൊടുത്തു വിട്ടത്.
പിന്നെ ഞാൻ വേറെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. വൈകിട്ട് ചായക്ക് പിന്നെ ബ്രെഡും ജാമും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ നമ്മൾ അതാണത് നമ്മുടെ പൊമഗ്രാനൈറ്റ് അതൊക്കെയായിരുന്നു കേട്ടോ. ഏതായാലും നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുക കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ പ്ലീസ്. എന്താ നിങ്ങൾക്കാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനും എല്ലാവരുടെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടല്ലേ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. ഞാനിത് മറന്നുപോയി കേട്ടോ. ഞാനിതപ്പോൾ ഇത് ആഡ് ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ ആ സൈഡിൽ കിടക്കുന്ന തുണി നോക്കണ്ട കേട്ടോ, അത് കിച്ചൺ ടവലാണ് കേട്ടോ. പിന്നെ അത് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, എല്ലാ വീട്ടിലും കിച്ചൺ ടവലൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് അത്ര വലിയ ഷെയിമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഏതായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എനിക്കിത് കണ്ടിട്ടും മതിയായില്ല ഈ പൊമഗ്രാനൈറ്റ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.